എൻ്റെ ബാക്ക് കാണുന്ന ഈ ഒരു ചുമരുമ്പോൾ മുമ്പ് 3D ചുമർ പെയിൻറ്റിങ് ചെയ്തു വെച്ചായിരുന്നു. അതിൻ്റെ മേലായിട്ട് ഇനി ഒരു 3D കാലിഗ്രാഫി വരയ്ക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാലിഗ്രാഫി വരക്കണം 3D മോഡൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു ഷെയ്ഡ് ഒരു നെയിൽ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കുറച്ച് വൈറ്റ് എമൽസനും കൂടുതൽ ബ്ലാക്ക് എമൽസനും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഡാർക്ക് ഗ്രേ ആയിട്ടുള്ളതാണ് നെയിൽ കൊടുക്കുന്നത്. അത് ഈ ചെറിയ പോയിന്റ് ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ നെയിൽ കൊടുക്കുന്നത് പാറിയ മോഡലാകുമ്പോഴാണ് അതിൻ്റേതായ ഒരു നെയിലായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ നെയിൽ കൊടുക്കാൻ വേണ്ടി മാത്രമേ ഈ പോയിന്റ് ഗണ്ണിൻ്റെ ആവശ്യമുള്ളൂ. ഈ നെയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എഴുതാനായിട്ട് ബ്രഷാണ് ഉപയോഗിക്കുക. നമ്മൾ എത്ര വലുപ്പമുള്ള ലെറ്ററാണ് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള നമ്പറിലുള്ള ബ്രഷാണ് എഴുതാനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ എഴുതുന്ന ലെറ്റർ 3D മോഡൽ തന്നെ ആയിക്കോട്ടെ നിർദ്ദിക്കാണ്ട് അതിനുള്ള നെയിൽ കൊടുക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാനുള്ള പരിപാടികൾ നോക്കാം. ആ നെയിൽ കൊടുത്തത് നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം ആ നെയിൽ കൊടുത്തതിനോട് ചേർന്നിട്ടാണ് ഇതിമ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാലിഗ്രാഫി നമ്മളൊരു ബ്രഷ് എടുത്തുകാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പം നമ്മൾ എഴുതണേനെ മുന്നേ കൊടുത്തിട്ടുള്ള നെയിലൊക്കെ ഇവിടെ കയ്യുമ്പോൾ ഒട്ടൂല എന്നുള്ള കണക്കിൽ ഉണങ്ങിയിട്ടുള്ളത്. അത് നന്നായി ഒന്നും കൂടി ഉണങ്ങാണ്ട് ഉണങ്ങി വരുമ്പോൾ അതിൻ്റേതായ കളറിൽ ഒന്നും കൂടി ഡാർക്കായിട്ട് തന്നെ തോന്നിക്കും. എന്നിലും തന്നെ നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാലിഗ്രാഫി എഴുതാൻ തിരഞ്ഞെടുത്ത ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏരിയ കുറച്ച് ഡാർക്കായതുകൊണ്ട് അതിന് മേലെ ഡയറക്റ്റായിട്ട് എന്ത് കളർ കൊണ്ട് എഴുതിയാലും അത് വേണ്ടത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്ന് എന്ത് കളർ കൊടുക്കുകയാണെന്ന് വെച്ചാലും ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഏരിയയിലൊക്കെ വൈറ്റ് കൊണ്ടൊന്നിട്ട് എഴുതിയിട്ട് പിന്നെ ആ വൈറ്റ് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ മേലെ കളർ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേമാതിരി തന്നെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടുള്ളിടത്ത് എന്തെങ്കിലും കളറിൽ എഴുതണം തോന്നുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കണമാതിരി വൈറ്റ് കളർ എടുത്തുകൊണ്ട് ആദ്യം ഒന്നിട്ട് എഴുതിക്കോണ്ടി. ആ വൈറ്റ് കൊണ്ട് എഴുതിയത് വേണ്ടത്ര ക്ലിയർ തോന്നണില്ല എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിയ ശേഷം പിന്നെ അതിൻ്റെ മേലെ ഒരു കോട്ടും കൂടിയും വൈറ്റ് തന്നെ എടുത്ത് ഒന്നും കൂടി എഴുതിക്കോണ്ടി. അതും കൂടി ഉണങ്ങിയതിൻ്റെ ശേഷം പിന്നെ കളർ കൊടുക്കാൻ നിന്നാൽ മതി. എന്നാലേ ആ കളറ് നല്ലൊരു വെളിവായി കാണുള്ളൂ. അപ്പോൾ നമ്മൾ എഴുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇപ്പോൾ ഞാൻ ഈ കാലിഗ്രാഫിയിൽ ഇതിമ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അത് അറബിയിൽ അൽഹംദുലില്ലാ എന്നുള്ളതാണ്. കാലിഗ്രാഫി കൂടുതലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ മോഡലാണ് എഴുത്തുണ്ടാവുക. അങ്ങനെ എഴുതാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു മുളൻ്റെ കൊമ്പ് ശരിക്ക് ചെത്തി നന്നാക്കി അതേമാതിരി പരത്തി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ മോഡൽ ചെത്തി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഈ അൽഹംദുലില്ലാ എന്ന് എഴുതിയുള്ള ഈ കാലിഗ്രാഫി നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കളർ കൊടുക്കണം. അതിന് മുന്നായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ലെറ്ററിന് സെക്കൻഡ് കോട്ടായിട്ട് വൈറ്റ് തന്നെ കൊടുക്കുമ്പോഴും പിന്നെ ഈ വൈറ്റിൻ്റെ മേലെ കളറ് കൊടുക്കുമ്പോഴൊക്കെ ഫ്ലാറ്റ് ബ്രഷ് ആയാലും മുള ചെത്തിക്ക് ഓർമ്മിച്ചിക്കാണ്ട് അതുകൊണ്ടാണ് എഴുതണമെന്ന് വെച്ചാലും നമ്മൾ എഴുതുന്നത് അറബി ലെറ്റർ ആണെങ്കിൽ വലത് ഭാഗത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. മലയാളം, ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷകളൊക്കെ നമ്മൾ ഇടത് ഭാഗത്തുനിന്ന് വലത്തോട്ട് ആയിട്ടാണ് ഏകാരം കൂടുതൽ ആൾക്കാരും എഴുതിയിട്ടുണ്ടാവുക. ഈ വലത് കൈ കൊണ്ട് എഴുതുന്ന ആൾക്കാരാണ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുക. കൂടുതൽ ആൾക്കാരും വലത് കൈ കൊണ്ട് തന്നെയാണ് എഴുതുക. വളരെ തുച്ഛ ആൾക്കാരാണ് ഇടത് കൈ കൊണ്ട് എഴുതുക. അങ്ങനെ പറഞ്ഞു തരുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ എഴുതണ ലെറ്റർ ആൾക്ക് എഴുതണ ഉപകരണം ബ്രഷാണെന്ന് വെച്ചാലും മറ്റുള്ള എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ ശരി, ഒരു ജെർക്കിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന കയ്യിൻ്റെ ചെറിയ വിരൽ നമ്മൾ എഴുതണ ആ പ്രതലത്തിൻ്റെ താങ്ങ് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാനിങ്ങനത്തെ കാലിഗ്രാഫി ആണെച്ചാലും എന്തെങ്കിലും ലെറ്ററുകൾ എഴുതാനൊക്കെ ആണെച്ചാലൊക്കെ ഇങ്ങനത്തെ ഈ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് എഴുതൽ. ഞാൻ എന്ത് എഴുതാണെന്ന് വെച്ചാലും ഈ ബ്രഷ് ജെർക്കിങ് ഇല്ലാതെ എഴുതണ ലെറ്റർ എല്ലാം ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കണ മാതിരി എഴുതണ പ്രതലത്തിൽ കയ്യിൻ്റെ ചെറിയ വിരൽ ഇങ്ങനെ താങ്ങായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ജെർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ വിരൽ താങ്ങായിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കയ്യിൻ്റെ എല്ലാം കൊണ്ട് താങ്ങ് കൊടുക്കുന്ന ആൾക്കാർ അറബി ലെറ്റർ തന്നെയാണ് സെക്കൻഡ് കോട്ട് കൊടുക്കുന്നതും കളർ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇടത് ഭാഗത്തുനിന്ന് വലത്തോട്ട് കൊടുക്കുകയാണ് നല്ലത്. വലത് ഭാഗത്തുനിന്ന് സെക്കൻഡ് കോട്ട് കൊടുക്കാനും കളർ കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെറിയ എല്ലാം കൊണ്ട് താങ്ങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരതി വരുമ്പോൾ ലെറ്ററുകളൊക്കെ കൂടി ആകെ വികൃതമാവും. ഏതായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ട് എഴുതി ചോദിച്ചോണ്ടി. അപ്പോൾ നിങ്ങളെ സംശയത്തിലുള്ള മറുപടി ഞാൻ മറുപടിയായിട്ട് എഴുതും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലെറ്ററുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കളർ ഇപ്പോൾ ഈ എഴുതിയ വൈറ്റും അല്ലാത്ത വേറെ കളർ എന്തെങ്കിലും കൊടുക്കാൻ നിൽക്കുകയാണ് ഞാൻ. എന്നാലും
കുറച്ച് ദിവസമായിരുന്നു ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ളൊരു കാലിഗ്രാഫി ഇവിടെ എഴുതി വെച്ചിട്ട്. പിന്നെ അതിൻ്റെ മേലെ വേറെ കളറൊന്നും കൊടുക്കാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചുവപ്പ് കളർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ചുവപ്പ് കളറുള്ള വാട്ടർ എമൽഷനാണ് ഇപ്പോൾ ഇതിമ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വൈറ്റ് കളറിലുണ്ടായിരുന്ന കാലിഗ്രാഫിമ്മ വേറെ എന്തെങ്കിലും കളർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ഒരു മുറാദ് ഏതായാലും ഇപ്പോൾ ഹാസിലായിട്ടുണ്ട്. കുറച്ച് ഫർണിച്ചർ ഐറ്റംസുകൾ പോളിഷ് ചെയ്യാനൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വരതലും പെയിൻ്റ് അടിയൊക്കെ കൂടിയായിട്ട് ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ച് ഇപ്പം മൂക്ക് കൂടി ധാരധാരയായി കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടിയതാണ് കൂടുതൽ സംസാരിച്ചിരിക്കാനോട്ട് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്ര നേരം കണ്ടിരുന്നതിന് നിങ്ങളെ വിലപ്പെട്ട സമയം ചിലവാക്കിയതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കാണ്ട് നമ്മൾ പോവാണ്. എല്ലാവർക്കും വണക്കം.